ഹലാൽ വർഷിപ്പ് കോൺസെപ്റ്റിൻ്റെ നടുവിൽ വെച്ച് ഒരു അഭിഷേകത്തിന് ഞങ്ങൾ ആദരിക്കുന്നു. അനേക തലമുറകളെ ദൈവവുമായുള്ള ഇൻറ്റിമസിയിലേക്ക് നടത്തുവാൻ, അപ്പൻ മകൻ ബന്ധത്തിലേക്ക് നടത്തുവാൻ തൻ്റെ തൂലികയെ പരിശുദ്ധാത്മാവ് ചലിപ്പിച്ചതിന് എല്ലാ കരങ്ങളും അടിച്ച് സർവശക്തനായ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ പാസ്റ്റർ ഡെർഫിൻ അവർ മുമ്പോട്ട് കടന്നു വരും. കർത്താവിൻ്റെ ദാസനെ ആദരിക്കും. അവൻ മുമ്പോട്ട് കടന്നു വന്നാട്ടെ. കരഘോഷം നിലയ്ക്കരുത്. എല്ലാവരും കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കണം. ശക്തമായി ട്രിവാൻഡ്രത്തിന്റെ കയ്യടി ഇങ്ങനെയല്ല. നമ്മുടെ ജില്ലയുടെ അഭിമാനത്തെ കളയരുത്. കരം ശക്തമായി തലയ്ക്ക് മീതെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താൽ ചില വാക്കുകൾ കർത്താവ് ദാസ് നമ്മോട് സംസാരിക്കും. കർത്താവ് തൻ്റെ തൂലികയിലൂടെ പുറത്തെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നമ്മൾക്കായി ആലപിക്കും. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും. കരങ്ങളെ ഉയർത്തി യേശുവിന് ഒരു ആരാധന കൊടുത്താട്ടെ. ഞാനിവിടെ നിന്ന് കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. എത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇതിനൊന്നും യോഗ്യനൊന്നുമല്ല. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, എൻ്റെ നാട്ടിലേക്ക് ഞാൻ ഇന്ന് ശുശ്രൂഷയിലായിട്ട് 27 വർഷങ്ങൾ കഴിഞ്ഞു. സ്തോത്രം. എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ടാറ് ചെയ്തിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. കേട്ടില്ല ആരും. എൻ്റെ വീട്ടിലോട്ട് ഇന്നും പോകാൻ ഓഫ് റോഡാണ്. ആമേൻ. എൻ്റെ വീട്ടിലോട്ട് ഇന്നും വണ്ടി പോകുന്നില്ല. ആമേൻ. അത്രയും ഒരു ഉൾഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. ആമേൻ. എന്നെ ഇവിടെ കൊണ്ടുവന്നത് കഴിവല്ല, പണമല്ല, സ്വാധീനമല്ല, ബന്ധങ്ങളല്ല. അതിനൊരാൾ മാത്രമേ ഉള്ളൂ, യേശുവേ. ആമേൻ. ഈ കർത്താവിനോടുള്ള അടങ്ങാത്ത സ്നേഹം എൻ്റെ ചെറുപ്രായത്തിലെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് തന്നു. യേശുവിനെ ആഴമായി സ്നേഹിക്കാൻ കർത്താവ് ഉള്ളത്തിൽ ഒരു കൊതി തന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ, ആ സ്നേഹം എങ്ങനെയെങ്കിലും ലോകത്തോടൊക്കെ അറിയിക്കണമെന്ന് ഉള്ളത്തിൽ ഒത്തിരി കൊതിയുണ്ടായിരുന്നു. ഞാൻ വളർന്നു വന്ന സാഹചര്യം, എൻ്റെ പഠിത്തം, എൻ്റെ കുടുംബം, എൻ്റെ സാഹചര്യങ്ങളൊന്നും അതിന് കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് എൻ്റെ നാട് വലിയ വികസനങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞൊരു ദിവസം ഞാൻ എവിടെയോ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ 10 മണിയായപ്പോൾ ഭയങ്കര ചെണ്ടമേളം. ഇതെന്താ ചെണ്ടമേളം എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെല്ലാം കൂടെ അവിടെ വന്നൊരു ബസ്സിനെ സ്വീകരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആമേൻ. ഉയരാൻ ഒരു സാധ്യതകളും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഇവിടം വരെ എന്നെ എത്തിച്ചത് യേശു എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ ഒത്തിരി രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല. ചെറിയ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. എന്നാൽ കർത്താവിനോടുള്ള എൻ്റെ സ്നേഹം രാജ്യങ്ങൾ കടന്നു, ഭൂഖണ്ഡങ്ങൾ കടന്നു. ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, ആരും നിങ്ങളെ കൈപിടിക്കാൻ വേണ്ട. കർത്താവിനെ ആഴത്തിലൊന്ന് സ്നേഹിച്ചാൽ മതി. അവസരങ്ങളുടെ പുറകെ നിങ്ങൾ പോകണ്ട. അവസരങ്ങൾ നിങ്ങളുടെ പുറകെ വന്നോളും. യേശുവിനെ സ്നേഹിക്കാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ സകലതും നിങ്ങളുടെ പുറകെ വരുമെന്ന് ഞാൻ ഈ പട്ടണത്തിൽ നിങ്ങളോട് പറയുന്നു. ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ ഭാരതത്തിൽ അടുത്തൊരു വർഷിപ്പ് തലമുറ എഴുന്നേൽക്കുന്നല്ലോ. എത്ര പേർക്ക് ഇതെല്ലാം വർഷിപ്പ് ലീഡേഴ്സ് ആണെന്ന് മനസ്സിലാക്കുന്നു? കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ യേശുവിനെ എങ്ങനെ പാടി, എനിക്ക് പാടിയിട്ട് പിന്നെ പറയാൻ വാക്കുകളൊന്നും കിട്ടാതെ വന്നു. ജീവനാണെന്ന് പാടി, സ്വന്തമാണെന്ന് പാടി, പ്രേമമാണെന്ന് പാടി. ആമേൻ. എല്ലാവരും പറയും അതൊക്കെ ബിബ്ലിക്കലാണോ എന്നൊക്കെ ചോദിക്കും. എനിക്കതൊന്നും അറിയത്തില്ല. ഞാനും യേശു സമമേൻ ഉള്ള ബന്ധമാണിതൊക്കെ.
സംഗീത പ്രമാണിക്കാണ്. ഞാൻ സംഗീത പ്രമാണിക്ക് അങ്ങ് പാടുകയാണ്. പുള്ളിക്ക് ഇഷ്ടമാണ് ആ പാട്ടെന്ന് എനിക്കറിയാം. കൈകളെ ഉയർത്തി രാമയും പറഞ്ഞാട്ടെ. അപ്പം അങ്ങനെ പാടി 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 എല്ലാ പദവും എന്തൊക്കെ അറിയാമെന്നെല്ലാം തീർന്നു. പിന്നെ ഞാൻ അവസാനം കിട്ടിയത് ഒരു ചങ്കെന്ന് മാത്രമേ ഉള്ളൂ. ചങ്ക് തന്ന അവനെ ഞാൻ ചങ്കേന്നങ്ങ് വിളിച്ചു. ഹല്ലേലൂയ. കൈകളെ ഒന്ന് ഉയർത്തി എന്ന് ആമയും പറഞ്ഞാട്ടെ. ഒരു പാറയിൽ കയറി നിന്നപ്പോൾ ദാവീദ് പറഞ്ഞു, സ്തോത്രം, ഇതുപോലെയാണ് എൻ്റെ ദൈവം, എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ ഓടിയൊളിച്ചൊരു ദുർഗത്തിലെത്തിയപ്പോൾ പറഞ്ഞു, അവൻ എൻ്റെ ദുർഗമാണ്, അവൻ എൻ്റെ ശൈലമാണ്. അവന് സുരക്ഷിതമായതെല്ലാം കാണുമ്പോൾ അവൻ പറയും, ഇതുപോലെയാണ് എൻ്റെ ദൈവം എനിക്ക്. കൈകളെ ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രിയിലും ഒരു നിമിഷം ആ കർത്താവിനോട് സ്നേഹം പങ്കുവെക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഞാനും ഇന്ന് രാത്രിയിൽ സത്യമായിട്ടും പറയുന്നു, ഇനിയൊന്നും അവൻ എനിക്ക് തന്നില്ലെങ്കിലും, ഇനി അവൻ എനിക്കൊന്നും ചെയ്തില്ലെങ്കിലും, എൻ്റെ നിത്യത മുഴുവൻ സ്തുതിക്കാനുള്ളത് അവൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാൾ അരുകിൽ നീ എന്നും എന്നും വേണം. എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരു ഈമ പോലും അടയാതെ എന്ന് പറഞ്ഞാൽ ഈ കണ്ണടയും, പക്ഷെ അതുപോലും അടയാതെ എന്നെ നോക്കുന്ന ഒരുവനുണ്ട്. എത്ര പേർക്ക് കൈകളെ ഒന്ന് ഉയർത്താൻ പറ്റും? ഒരു ഈമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയതോഴനായി. ആ തലയ്ക്ക് മീതെ കൈയൊന്ന് തട്ടി, എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ. ഒരു മിനിറ്റ് ആ കൈകളിലൊക്കെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ആ ലൈറ്റൊക്കെ ഒന്ന് ഇട്ടൊന്ന് കൈകളൊന്ന് ചലിപ്പിച്ച് ഒന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ അതെ. ഒരാൾ പൊക്കി ഒന്ന് കൈകളൊക്കെ ഒന്ന് പൊക്കി. അതെ ഫോണൊക്കെ ഒന്ന് എടുത്ത് ആ ലൈറ്റ് ഒന്ന് ഓണാക്കി ഒന്ന് കരങ്ങളൊന്ന് വീശി. യെസ് പോരാ. ഹല്ലേലൂയ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. അലൈക്കൊന്ന് ചലിപ്പിച്ച്, എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാൾ അരുകിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാൾ അരുകിൽ നീ എന്നും എന്നും. ഒരിമ പോലും അടയാതെ, ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടും
യേശു ഒക്കെയാണ് എപ്പോഴും എൻ പ്രിയതോഴനായി. ഒരുമ പോലും ഒരു ഇമ പോലും പറയാതെ എന്നെ നോക്കിയിടുന്ന യേശു ഒക്കെയാണ് എപ്പോഴും എൻ പ്രിയതോഴനായി. അതുകൊണ്ട് ഞാൻ അവനെ നോക്കി പറയും, ഓ എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അതുതാണേ യേശു. നീ എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അതുതാണേ യേശു. ആ കർത്താവിന് ആരാധന, 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 എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ ഗ്രൗണ്ടിനകത്ത് ഇറങ്ങി നിൽക്കുന്ന